മോളുറങ്ങുന്ന സമയം കൊണ്ട് കുറച്ച് പാചകം. അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് കറി വെക്കുകയാണ്. ചെറുപയറൊക്കെ വേവിക്കാൻ വേണ്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടിയിട്ട് വിസിലടുപ്പിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ തിരുമ്മി കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ടിട്ട് നല്ലപോലെ മഷി കൂട്ടായിരിക്കും. പിന്നെ കടുക് വറുക്കാൻ വെക്കുക. കൊച്ചുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വേവിച്ച പരിപ്പ് ഒഴിച്ചിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടാനങ്ങോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ പരിപ്പ്. ഇനി നമുക്കൊരു തോരനുണ്ടാക്കി ഓമയ്ക്ക തോരൻ വെക്കാം. കുറച്ച് തേങ്ങ ചിരിക്കിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എണ്ണ ഒഴിക്കുന്നില്ല, എണ്ണയ്ക്ക് വരാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. തോരൻ സിമ്പിൾ പരിപാടി. ഇനി നമുക്കൊരു ചിക്കൻ കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് പെരുംജീരകം, എണ്ണ ഒഴിച്ചിട്ട് പെരുംജീരകം, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോലം, മറ്റേ ബേ ലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുക. ഇപ്പം അത് പിങ്ക് സോൾട്ടാണ്, അതുകൊണ്ട് ആ കളർ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കുക. പിന്നെ എനിക്ക് വിശന്നു ഇപ്പം എടുത്ത് ഏത്തയ്ക്ക കഴിച്ചു. പിന്നെ പോയി സവാള വാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു. തക്കാളി ഇട്ടിട്ട് നല്ല കൂട്ട് ഇളക്കുക. പിന്നെ അത് രണ്ടും വാടി വരുമ്പം അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പുകറി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി, തോരനും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത കറി ചിക്കൻ കറിയോട് അടപ്പേ ഇരിക്കുകയാണ്. അങ്ങനെ തക്കാളി സവാളയൊക്കെ വാടി. ഇനി എന്തായാലും നമുക്ക് പൊടികളെല്ലാം ഇടണം. ആദ്യം മല്ലിപ്പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിന് ഇടുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല. വേറെ പൊടികളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഇത് 3 മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യം തക്കാളി, പട്ട, ഗ്രാമ്പൂ ഒക്കെ ചേർത്തല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലപോലെ അത് ഇളക്കുക. ഇളക്കി കുറച്ച് നേരം മൂടി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടുക. നമ്മുടെ വീട്ടിൽ 3 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ കുറച്ച് മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൾ ഉണന്നു. പിന്നെ മോളെ എടുത്തു. പിന്നെ അപ്പോൾ ചിക്കൻ കറി അവിടെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മക്കുട്ടി ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പോയി കുളിച്ചു. അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്തൊക്കെ പുള്ളിക്കാരി നിന്നോളും, കുഴപ്പമില്ല, വഴക്കൊന്നുമില്ല. ഡോർ തുറന്നിട്ട് അവളെ കാണണമെന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുളിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ചിക്കൻ കറി റെഡിയായി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറിവേപ്പില, ടേസ്റ്റിന് നല്ലതാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറികളെല്ലാം റെഡിയായി. കുഞ്ഞുറങ്ങുന്ന സമയം കൊണ്ടെല്ലാം പടപടേന്ന് ഇങ്ങനെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.